ഹരിപ്പാട് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവം ഒതുക്കി തീർക്കാൻ ആഭ്യന്തരമന്ത്രി ഇടപെട്ടെന്ന ആക്ഷേപം. കേസിൽ ആരോപണ വിധേയനായ KSU നേതാവിനെ രക്ഷപ്പെടുത്താനാണ് ചെന്നിത്തല ഇടപെട്ടത് എന്നാണ് ആക്ഷേപം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ജലജ എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടത്. 2015 ഓഗസ്റ്റ് 13-നാണ് ജലജ എന്ന വീട്ടമ്മ പട്ടാപ്പകൽ വീടിനുള്ളിൽ കൊല ചെയ്യപ്പെട്ടത്. ബലാത്സംഗ ശ്രമത്തിനിടയിലാണ് കൊലപാതകം നടന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ഹരിപ്പാട് നങ്ങ്യാർകുളങ്ങരയിലാണ് സംഭവം നടന്നത്. കൊലപാതകത്തിന് ശേഷം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ജലജയുടെ മകന്റെ അടുത്ത സുഹൃത്താണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിച്ചിരുന്നത്. എന്നാൽ അറസ്റ്റ് നടക്കുമെന്ന ഘട്ടം എത്തിയപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആഭ്യന്തരമന്ത്രി ഇടപെട്ടതെന്നാണ് ജലജയുടെ ഭർത്താവും ബന്ധുക്കളും പറയുന്നത്. ഇനി ആളിനെ നഷ്ടപ്പെടുത്തിയ ആളിനെ തിരിച്ചറിയുക, എന്തിനു വേണ്ടി ചെയ്തു, ഇത് രണ്ടും നമുക്കറിയണം. പോയ ആളിനെ തിരിച്ചു കിട്ടത്തില്ലെന്നറിയാം. പിന്നെ എന്നെ എൻ്റെ മക്കളെ ഈ രീതിയിലാക്കിയത് ആരാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങളൊരു സാധാരണ കുടുംബമാണ്. 2 മക്കളുടെ അമ്മയായ ജലജ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ഭർത്താവ് വിദേശത്താണ്. അയൽവാസിയും മകന്റെ സുഹൃത്തുമായ KSU നേതാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ വീടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഈ യുവാവ്. കൊല നടന്ന ശേഷം ഈ കേസിലും തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സഹായവും പോലീസ് ചെയ്തു കൊടുത്തതായും പരാതിയുണ്ട്. കോൺഗ്രസിന്റെ യുവ നേതാവിനെ രക്ഷപ്പെടുത്തുന്നതിനായി ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ടതാണ് തങ്ങൾക്ക് നീതി നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ് ജലജയുടെ ബന്ധുക്കൾ പറയുന്നത്. ഏറ്റവും ഒടുവിൽ കേസ് CBI ഏൽപ്പിച്ചുവെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ അവകാശവാദം. എന്നാൽ അന്വേഷണം ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിൽ തന്നെയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഷാജഹാൻ ചേർന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ഷാജഹാൻ, ഒരുപക്ഷെ ജിഷ വിഷയം വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ഓർമ്മപ്പെടുത്തലായി ജലജയുടെ വിഷയം കൂടി വരുന്നത്. പ്രത്യേകിച്ച് 1 വർഷമായി സംഭവം നടന്നിട്ട് പ്രതിയെ എന്ന രീതിയിൽ പിടികൂടിയ ആളെ രക്ഷപ്പെടുത്താനായി ആഭ്യന്തരമന്ത്രി ഇടപെട്ടു എന്ന തരത്തിൽ കൂടി ആരോപണം വരുമ്പോൾ അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് വിവരങ്ങൾ? സൗമ്യ, 2015 ഒക്ടോബർ 13-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് ജലജ എന്ന വീട്ടമ്മ മരണപ്പെട്ട നിലയിൽ വീട്ടിൽ കാണപ്പെട്ടത്. ജലജയുടെ മകന്റെ അടുത്ത സുഹൃത്താണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പ്രാദേശികമായി തന്നെ ജനങ്ങളും പറയുന്നു. അതോടൊപ്പം തന്നെ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിലും ഇത്തരത്തിലുള്ള കൃത്യമായ സൂചനകളും പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഉന്നത ബന്ധങ്ങളും അതോടൊപ്പം തന്നെ ഭരണ രാഷ്ട്രീയ സ്വാധീനവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവുമായ ഈ പയ്യനെ പിടിക്കാൻ പോലീസ് തയ്യാറായില്ല. ഇതിന് പ്രധാന കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഇടപെടൽ തന്നെയാണെന്നാണ് പരക്കെ ഉയർന്നു വന്ന ആരോപണം. ഈ ബന്ധുക്കളും മാത്രമല്ല, പരിസരവാസികളും പോലീസിലെ ചില ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിൽ ചില സൂചനകൾ നൽകുന്നു. ഇതിനുശേഷം അടിയന്തരമായി കേസ് അട്ടിമറിക്കുന്നതിന് ആഭ്യന്തര വകുപ്പ് മന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയായിരുന്നു. ഇതോടുകൂടി വീണ്ടും മാസങ്ങൾ പിന്നിടുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് അന്വേഷണം CBI ഏൽപ്പിച്ചു എന്നാണ്. പക്ഷേ ഇത്തരത്തിൽ CBIക്ക് ഇതിന്റെ യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് തന്നെയാണ്. വീടിനുള്ളിൽ ഈ വീട്ടമ്മ അതിദാരുണമായി കൊല്ലപ്പെട്ട് ഇത്രയും മാസമായിട്ടും 7.5 മാസം കഴിഞ്ഞിട്ടും പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ള ഇപ്പോൾ നമ്മൾ ഈ ജിഷയുടെ സംഭവത്തിൽ ആവർത്തിക്കുന്നത് പോലെയുള്ള പ്രസ്താവനകൾ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സ്ത്രീയുടെ ഭർത്താവ് വിദേശത്താണ്. ഇദ്ദേഹം വിദേശത്ത് നിന്ന് നാട്ടിൽ വന്നിരുന്നു. പ്രതികളെ പിടികൂടുന്നതിന് നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരം വാഗ്ദാനങ്ങളിൽ നിന്നു എന്നല്ലാതെ യാതൊരുവിധ സഹായവും ഇവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നുള്ളതാണ് പരക്കെ ഈ പ്രദേശത്ത് നിന്നും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും പറയാം. ഒരു ഇപ്പോൾ ഏകദേശം 7 ദിവസം പിന്നിടുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ പോലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നില്ല. ഇതിപ്പോൾ 7.5 മാസം പിന്നിട്ടിരിക്കുന്നു. ഒരു സ്ത്രീ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. 2 കുട്ടികളുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ പഠിക്കുക അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണ്. ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടും ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഷാജി, തിരികെ എത്താം. ഇപ്പോൾ മരിച്ച ജലജയുടെ ഭർത്താവ് കിരൺ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കിരൺ, 1 വർഷമായി ദുരൂഹമായ ഈ മരണം നടന്നിട്ട് കേസിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? എന്താണ് അവർ പറയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ? അവരിപ്പോ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്നുണ്ട്.
അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കഴിഞ്ഞ ഈ സംഭവം നടന്ന ഓഗസ്റ്റ് 13 മരണം നടക്കുന്നത്, കഴിഞ്ഞ വർഷം. അപ്പൊ അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 18 പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ് എന്നെ ചെന്നൈയിൽ നിന്ന് വിളിച്ചു വരുത്തിയത് പോലീസുകാർ തന്നെ. അന്ന് രാത്രി കൊണ്ട് അത് അട്ടിമറിച്ച്. പിന്നെ ഇന്ന് നാളെ വരെ പ്രതിയെ പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രിക്ക് അറിയാം, പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്ക് അറിയാം, പിന്നെ നാട്ടുകാർക്ക് അറിയാം ഇതാരാ ചെയ്തത്. പക്ഷെ ഇതിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവില്ലെന്നാണ് അവർ പറയുന്നത്. ആ കണ്ടീഷൻ പോവാണ് ഇപ്പോൾ. ക്രൈംബ്രാഞ്ച് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ വിചാരിച്ച അറസ്റ്റ് നടക്കത്തില്ലല്ലോ. അവിടെയും ശ്രീ കിരൺ, ഈ കൊലപാതകത്തിന് ശേഷം ഒരു പക്ഷേ നമുക്കറിയാം പല ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ശേഷം ശേഖരിക്കുന്ന തെളിവുകളൊക്കെ ആയിരിക്കും ഇതിൽ പ്രധാനമായി നിർണായക ഘടകമാകുന്ന പ്രതിയെ പിടികൂടുന്ന അടക്കമുള്ള കാര്യങ്ങൾ. ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഒരു അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. അതായത് സി എ ഉദയഭാനുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. അപ്പൊ ആ സി എ ഉദയഭാനു അന്ന് എന്റെ വൈഫ് ധരിച്ച് ഡോഗ് സ്ക്വാഡ് രാവിലെ 6 മണിക്ക് വന്നു. എന്നിട്ട് എന്റെ വൈഫ് ധരിച്ചിരുന്ന ഡ്രസ്സും അവള് കിടന്നിരുന്ന ബെഡ്ഷീറ്റ് സകല സാധനങ്ങളും ഒരു ചാക്കിനകത്ത് ജലജയുടെ വൈഫ് അച്ഛനെ കൊണ്ട് തന്നെ വാരി കയറ്റിച്ച് സി എ ഉദയഭാനു പോയി. ബോഡി എടുത്ത് ആലപ്പുഴ ചെന്ന് കാണും. അന്നേരമാണ് ഡോഗിനകത്ത് കയറ്റുന്നത്. ഡോഗിന് ദിവ്യശക്തി ഒന്നും ഇല്ലല്ലോ, ഈ സ്മെല്ലുകൊണ്ടല്ലേ പിടിക്കേണ്ടത്. അപ്പൊ അത് തന്നെ ആദ്യം തന്നെ അവര് സകല തെളിവും നശിപ്പിച്ച്. അതുപോലെ തന്നെ ബോഡി അടക്കുന്നതിന്റെ അന്ന് ഞങ്ങളുടെ മേളത്തെ റൂമിനകത്തൊരു ഒഴിഞ്ഞ ബോട്ടിലുണ്ട്, റമ്മിന്റെ ബോട്ടില്. എന്റെ അനിയത്തിയും പിന്നെ അനിയത്തിയുടെ ഭർത്താവ് ഇത് കണ്ട ബോട്ടിൽ കിടക്കുന്നത്. ആ ബോട്ടിൽ തൊണ്ടി സാധനത്തിനകത്തില്ല. അപ്പൊ നമ്മൾ ഇതുവരെ ആ വീട് ഉപയോഗിച്ചിട്ടില്ല. DGP വന്ന് മരണം നടന്ന് 20 ദിവസം കഴിഞ്ഞ് DGP വരുമ്പോഴാണ് ഞങ്ങളെ അകത്ത് കയറ്റുന്നത്, വീടിനകത്ത് കയറ്റുന്നത്. അപ്പം അന്ന് തൊട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നിടം വരെയും 2 പോലീസുകാർ ഡേ ആൻഡ് നൈറ്റ് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. എന്നിട്ടും തെളിവില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ തെളിവിന് അന്നത്തെ ഇൻചാർജ് ഉണ്ടായിരുന്ന സി എ ഉദയഭാനുവിനെയും അവിടെ ഒരു പ്രാദേശിക നേതാവുണ്ട്, ഇദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇവരെ രണ്ടുപേരെയും വിളിച്ച് ചോദിച്ചത് യഥാർത്ഥ കൊലയാളി ആരെന്ന് അവർക്കറിയാം. ഞാൻ പിന്നെ എന്തോ പറഞ്ഞോളൂ. ഞാൻ കേരളത്തിലുള്ള VM സുധീരനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. VM സുധീരനോട് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആരെയാ സംശയമുണ്ട്, പുള്ളിക്കറിയാം ഇത്, സംശയമുള്ളവരുടെ പേര് വെച്ച് മെയിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പേര് വെച്ച് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഫോൺ എടുക്കാറില്ല. KC വേണുഗോപാൽ അയച്ച്. KC വേണുഗോപാൽ നമ്മുടെ വീട്ടിൽ വന്നതാണ് അടക്കത്തിന്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും വന്നതാ. അദ്ദേഹം പറഞ്ഞ 5 ദിവസത്തേക്കകം പ്രതിയെ പിടിക്കുമെന്ന് എന്നെ വിളിച്ച് അങ്ങനെ അദ്ദേഹം കൈ തന്നതാ. ഈ പറയുന്ന വ്യക്തിയിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്, പ്രതി എന്ന രീതിയിൽ തന്നെ ഉണ്ട്. ആദ്യം ക്രൈംബ്രാഞ്ച് തന്നെ 5 ദിവസം അവരെ കസ്റ്റഡി വെച്ച് ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു. ഇപ്പൊ പിന്നെ കഴിഞ്ഞ മാസം 5 ദിവസത്തോളം കസ്റ്റഡി വെച്ചിട്ട് ഇപ്പൊ ഒരു 6 പേർക്ക് പോളിയോഗ്രാഫിന് പേപ്പർ കോടതിയിൽ നിന്ന് പേപ്പർ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുവാണ് സംഭവം. ഇത് ഞങ്ങളുടെ എന്റെ വീടിന്റെ ചുറ്റളവുള്ള ഒരു 4 കിലോമീറ്റർ ഇപ്പൊ നമ്മളെ ആർക്ക് സംശയം ഉണ്ടോന്ന് വെച്ചാൽ അവര് പോയ നാട്ടുകാരോട് ചോദിക്കട്ടെ ഇതാരാ ചെയ്യുന്ന അവര് പറയും. നമ്മളിപ്പോ സംശയമുള്ളവരെ ഞാനോ എന്റെ മക്കളോ അല്ലെ എന്റെ ബന്ധുക്കളോ പറഞ്ഞതല്ല, പോലീസ് അന്വേഷിച്ച് ചെയ്യുന്നതാണ് അവരിലേക്ക്, അല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല. യഥാർത്ഥ പ്രതിയാണ് മിനിസ്റ്റർക്കും അറിയാം, ഹോം മിനിസ്റ്റർക്കും അറിയാം, പ്രാദേശിക നേതാക്കൾക്ക് അറിയാം, സാമുദായിക നേതാവിനറിയാം. ഞാനും SNDP പെട്ട ആള് തന്നെ. പക്ഷെ നമുക്ക് കാശില്ല. ഞാൻ ഈ ഗൾഫ് നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുന്ന കാശ് കൊണ്ട് എന്റെ മക്കളെ പഠിപ്പിച്ചതും കഴിയുന്നതും. അത് സമുദായത്തിന്റെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ആദ്യം സമുദായം പിന്നെ ഒരു പ്രതിഷേധ യോഗം കൂടി ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി
അപ്പൊ അതിന്റെ നേതാക്കളിലേക്ക് അന്വേഷണം ചെന്നപ്പോഴത്തേക്ക് ഈ ആക്ഷൻ കൗൺസിലും ഒക്കെ എങ്ങോട്ട് പോകുന്നത് ഇതുവരെ ആർക്കും അറിയത്തില്ല. അപ്പൊ നമ്മൾ ഇനി ആരോടാ പറയേണ്ടത്? ഗവർണർക്ക് നമ്മൾ പെറ്റീഷൻ കൊടുത്തു, പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്ത്, സോണിയാഗാന്ധിക്ക് അയച്ചു, രാഹുൽ ഗാന്ധിക്ക് അയച്ചു, കേരള ഗവർണർക്ക്, പിന്നെ ഹൈക്കോടതി ജഡ്ജിക്ക്, ഇവരെല്ലാം AK ആന്റണിയെ വിളിച്ചു പറഞ്ഞു. ഞാൻ AK ആന്റണിയോട് എന്റെ മോള് സംസാരിച്ച്, സോണിയാജിയോട് എന്റെ മോള് സംസാരിച്ചു. നമ്മൾ ഇനി ഇത് കൂടുതൽ എന്താ ചെയ്യേണ്ടേ? യെസ് വളരെ വളരെ നന്ദി കിരൺ, ഈ അവസരത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. ഷാജഹാൻ, ഒരു പക്ഷേ ഇവിടെ ഒരു സംശയത്തിൻ്റെ നിലയിലല്ല നിൽക്കുന്നത്. ഇവിടെ കിരൺ സൂചിപ്പിച്ചതുപോലെയാണ് എങ്കിൽ കൃത്യമായി തന്നെ പ്രതിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങൾ അങ്ങനെയായിരുന്നു. എന്നിട്ടാണ് അവിടെയാണ് ആ പ്രതിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഉടനീളമുള്ള ഒരു സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള ഒരു നിലപാടായിരുന്നു അന്വേഷണ സംഘം സ്വീകരിച്ചിരുന്നത്? പ്രത്യേകിച്ച് അങ്ങനെയാണ് എങ്കിൽ ഉന്നതതലത്തിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും സൗമ്യ, പ്രതികളെ പിടികൂടുമെന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത്. പോലീസ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുകയും പ്രതികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ചില സാമുദായിക നേതാക്കൾ ഇടപെടുകയും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിക്ക്, അതായത് ഇവരെ സഹായിച്ച, പ്രതികളെ സഹായിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ ലാഭം ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലും അല്ലെങ്കിൽ സാമുദായിക ശക്തികളുടെ ഇടപെടലുമാണ് ഈ പ്രതിയെ പിടികൂടാനായിട്ട് പോലീസ് തയ്യാറാകാതിരുന്നത്. അതുകൊണ്ടുള്ള അതിന് നേതൃത്വം നൽകിയ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള സംസാരവും. എന്തായാലും ഇത്തരത്തിൽ തന്നെ ഉള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ മരണപ്പെട്ട ജലജയുടെ ഭർത്താവിന്റെയും അതുപോലെ മക്കളും പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാട് വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും പ്രതിയെ പിടികൂടിയിട്ടില്ല. പ്രതി ആരാണ് എന്ന നിഗമനത്തിലേക്കൊക്കെ അന്വേഷണ സംഘം എത്തിയിരുന്നു. അതൊരു KSU നേതാവാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സംഭവം ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉള്ളത്. ബന്ധുക്കളും വലിയ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ്. നെൽകൃഷി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ സ്വന്തം വിത്തിനുമായ പൊക്കാളി അതിജീവനത്തിന്റെ വഴിയിലാണ്. എറണാകുളം ജില്ലയിലെ കായലോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പൊക്കാളി കൃഷി സജീവമാകുന്നത്. കർഷകർക്ക് മികച്ച വിളവ് നൽകുന്നുവെന്ന് മാത്രമല്ല, പോഷക സമൃദ്ധവുമാണ് പൊക്കാളി അരി. ഏറ്റവും പ്രതിരോധശേഷിയുള്ള നെൽവിത്തിനമാണ് പൊക്കാളി. വെള്ളത്തിലും വളരാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പൊക്കത്തിൽ ആളുന്നതാണ് പൊക്കാളി എന്നത്. ഒരു സമയത്ത് തീർത്തും ഇല്ലാതായിക്കൊണ്ടിരുന്ന പൊക്കാളി കൃഷി ഇന്നേതായാലും തിരിച്ചുവരവിന്റെ പച്ചപ്പ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. 6 മാസം ചെമ്മീൻ കൃഷി ചെയ്ത ശേഷം നിലം ഒരുക്കിയെടുത്താണ് പൊക്കാളി കൃഷി ചെയ്യുന്നത്. പശ്ചിമ കൊച്ചി, വരാപ്പുഴ, പറവൂർ എന്നിവിടങ്ങളിലെ കായലോര മേഖലകളിലാണ് ജില്ലയിൽ കൂടുതലായും പൊക്കാളി കൃഷി ചെയ്യുന്നത്. മികച്ച രീതിയിലുള്ള വിളവാണ് കർഷകർക്ക് ലഭിക്കുന്നതും. 40 ചാക്ക് കൂടുതലുണ്ട്. 40 ചാക്ക്, അത് 20 ക്വിൻ്റൽ ചില്ലാനും ഉണ്ടാകും. നാളെ വണ്ടിയും കൊണ്ട് തൂക്കി ഞാൻ തരാം. കൃഷി ചെയ്യാതെ കിടക്കുന്ന നിലങ്ങൾ വിദ്യാർത്ഥി സംഘങ്ങളും കൂട്ടായ്മകളും ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി സ്ഥിരമൊരു വിപണി കൂടി കണ്ടെത്താൻ കഴിഞ്ഞാൽ നാളെയുടെ താരം പൊക്കാളി തന്നെയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് മലബാർ ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷിച്ചു. ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് മലബാർ ഗോൾഡ് നൽകിയത്. നേരത്തെ ബുക്ക് ചെയ്ത ഉപഭോക്താക്കൾക്ക് പണിക്കൂലിയിൽ 50% ഇളവും തെരഞ്ഞെടുത്ത ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ സമ്മാനങ്ങളും ഷോറൂമുകളിൽ നൽകി. അക്ഷയ തൃതീയ പ്രമാണിച്ച പ്രത്യേകം പരമ്പരാഗത ആഭരണങ്ങളുടെ ശ്രേണിയും ഉപഭോക്താക്കൾക്കായി ഷോറൂമിൽ ഒരുക്കിയിരുന്നു.